ഹലോ, ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് പഠനത്തിലും ഓർമ്മയിലും ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്. നിങ്ങളുടെ കയ്യിലുള്ള ആ ഇഗ്നോ മെറ്റീരിയൽസ്, പിന്നെ ഫുഹാദ് മാഷിന്റെ ലെക്ചർ നോട്ടുകളും വെച്ചാണ് നമ്മൾ ഈ വിഷയം ഒന്ന് ആഴത്തിൽ നോക്കുന്നത്. നമസ്കാരം. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണത്. നമ്മുടെയൊക്കെ മനസ്സ്, അല്ലേ, എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ എടുക്കുന്നത്, സൂക്ഷിക്കുന്നത്, പിന്നെ ആവശ്യമുള്ളപ്പോൾ ഓർത്തെടുക്കുന്നത്, ഇതൊക്കെ അറിയുന്ന രസകരമാണ്. അതെ, ഈ കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു താരതമ്യം എപ്പോഴും പറയാറുണ്ടല്ലോ. ഇൻപുട്ട്, പ്രോസസ്സിംഗ്, സ്റ്റോറേജ്. അതുപോലെയാണോ നമ്മുടെ ഓർമ്മയുടെ കാര്യവും? ഈ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം, ലോങ് ടേം, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? തീർച്ചയായും. നമ്മൾ തുടങ്ങുന്നത് ഈ സെൻസറി മെമ്മറിയിൽ നിന്നാണ്. നമ്മുടെ കണ്ണ്, ചെവി, അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു തനി പകർപ്പ്, ഒരു ഫോട്ടോ കോപ്പി പോലെ. പക്ഷേ അത് വളരെ കുറച്ചു നേരമേ കാണൂ, ചിലപ്പോൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ അതിലും കുറവ്. ഓഹോ, അത്ര പെട്ടെന്ന് പോകുമോ? പോകും. പക്ഷേ അതിൽ നമ്മൾ എന്തിനാണോ ശ്രദ്ധ കൊടുക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന വിവരം മാത്രം അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അതാണ് ഷോർട്ട് ടേം മെമ്മറി അല്ലെങ്കിൽ STM. ശരി. അപ്പോ ഈ STM എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ വർക്കിംഗ് മെമ്മറി എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയല്ലേ? അതെ, ഏകദേശം അതുതന്നെ. അവിടെയാണ് നമ്മൾ വിവരങ്ങൾ കുറച്ചുകൂടി നേരം സൂക്ഷിക്കുന്നത്. ഒരു ഫോൺ നമ്പർ കേട്ടാൽ നമ്മൾ മനസ്സിൽ ഉരുവിടുന്ന ഓർമ്മയില്ലേ, അത് STMലാണ് നടക്കുന്നത്. പക്ഷെ ഇതിനൊരു പരിധിയുണ്ട്. എന്താ പറയാ, ഒരുപാട് കാര്യങ്ങളൊന്നും ഓർത്താൻ പറ്റില്ല. ഒരു 5ഓ 9ഓ കാര്യങ്ങൾ അത്രേ പറ്റൂ. അത് ശരിയാണ്. പിന്നെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നാൽ, വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അപ്പൊ തന്നെ മറന്നു പോവുകയും ചെയ്യും, അല്ലേ? അതെ. പുതിയ വിവരങ്ങൾ വരുമ്പോൾ പഴയത് എളുപ്പത്തിലങ്ങ് മാഞ്ഞുപോകും. ഇന്റർഫിയറൻസ് എന്ന് പറയും. പിന്നെ ഇവിടെ പ്രധാനമായും ശബ്ദരൂപത്തിലാണ് വിവരങ്ങൾ കോഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഈ അത്ര സ്റ്റേബിൾ അല്ലാത്ത STMൽ നിന്ന് വിവരങ്ങൾ എങ്ങനെയാണ് ലോങ് ടേം മെമ്മറിയിലേക്ക്, അതായത് LTMലേക്ക് എത്തുന്നത്? അവിടെ എന്താണ് വ്യത്യാസം? അതാണ് പ്രധാനം. അവിടെ കുറച്ചുകൂടി ആഴത്തിലുള്ള പ്രോസസ്സിംഗ് നടക്കണം. വെറുതെ ആവർത്തിച്ചാൽ മാത്രം പോരാ. ഒന്ന്, വിവരങ്ങൾ ഒരു ക്രമത്തിലാക്കുക, ഓർഗനൈസേഷൻ. പിന്നെ ഏറ്റവും പ്രധാനം, പുതിയ വിവരങ്ങളെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുക, ഇലാബറേഷൻ. ഈ എലാബറേഷൻ അതെങ്ങനെയാണ് സഹായിക്കുന്നത്? നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അത് നമ്മുടെ പഴയ അനുഭവങ്ങളുമായോ അറിവുകളുമായോ ഒക്കെ കണക്ട് ചെയ്താൽ അത് ഓർമ്മയിൽ നിൽക്കാൻ സാധ്യത കൂടും. പിന്നെ നിങ്ങളുടെ മെറ്റീരിയലിൽ പറയുന്ന ബാട്ട്ലെറ്റിന്റെ കാര്യം ഓർമ്മയില്ലേ? സ്കീമുകൾ. സ്കീമ നമ്മുടെ മനസ്സിലുള്ള ഒരു ചട്ടക്കൂട് പോലെ, അല്ലേ? അതെ, നമ്മുടെ അറിവുകൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിംവർക്ക്. പുതിയ വിവരങ്ങൾ വരുമ്പോൾ ഈ സ്കീമകളുമായിട്ട് അതിനെ ബന്ധിപ്പിക്കും. അപ്പോൾ പഠനം എളുപ്പമാവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ സ്കീമകൾ ചിലപ്പോൾ നമ്മുടെ ഓർമ്മയെ ഒന്ന് വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഇത് കാരണമാവാം. അത് ശരിയാണല്ലോ. ഓർമ്മ കൃത്യമല്ലെന്ന് വരാം. ശരി, ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഈ ഓർമ്മയുടെയും ഇൻഫർമേഷൻ പ്രോസസ്സിംഗിന്റെയും വികാസം. കുട്ടിക്കാലം മുതൽ വലുതാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പ്രോസസ്സിൽ വരുന്നത്? കപ്പാസിറ്റി കൂടും. അതുപോലെ വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വേഗത, സ്പീഡ്, അതിന്റെ ഒരു കാര്യക്ഷമത, എഫിഷ്യൻസി, അതൊക്കെ മെച്ചപ്പെടും. അതിന് കാരണം തലച്ചോറിന്റെ വളർച്ചയാണോ അതോ അനുഭവങ്ങളോ? രണ്ടും പ്രധാനമാണ്. തലച്ചോറ് വളരുന്നത്, മെച്യൂറേഷൻ, നാഡീവ്യവസ്ഥ കൂടുതൽ കാര്യക്ഷമമാകുന്നത്, അതൊരു ഭാഗം. മറ്റൊന്ന് നമ്മുടെ അനുഭവ പരിചയം, എക്സ്പീരിയൻസ്. കൂടുതൽ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യക്ഷമമായി വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കും. പിന്നെ ഈ എൻകോഡിംഗ് രീതികളും മാറുമല്ലോ. ഒരു വിഷയത്തിൽ എക്സ്പേർട്ടായ ഒരാൾ ഓർക്കുന്ന പോലെ അല്ലല്ലോ ഒരു തുടക്കക്കാരൻ ഓർക്കുന്നത്. കറക്റ്റ്. ഒരു എക്സ്പേർട്ടിന് അവരുടെ അറിവ് വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കും, ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ പുതിയ വിവരങ്ങൾ വരുമ്പോൾ അതിനെ എളുപ്പത്തിൽ ഈ ഘടനയിലേക്ക് ചേർക്കാൻ പറ്റും. തുടക്കക്കാർക്ക് അത് അത്ര എളുപ്പമാവില്ല. അതുപോലെ കുട്ടികൾ വളരുംതോറും ഓർമ്മിക്കാൻ സഹായിക്കുന്ന തന്ത്രങ്ങൾ പഠിക്കും. കാര്യങ്ങൾ മനഃപാഠമാക്കാൻ ആവർത്തിക്കുന്നത്, അല്ലെങ്കിൽ കിട്ടിയ വിവരങ്ങളെ തരംതിരിക്കുന്നത്, ഇതൊക്കെ ബോധപൂർവം ഉപയോഗിക്കാൻ തുടങ്ങും. ശരിയാണ്. പിന്നെ ഈ മെറ്റാകോഗ്നിഷൻ അതും വികസിക്കുമല്ലോ. അതെ, മെറ്റാകോഗ്നിഷൻ. അതായത് നമ്മുടെ സ്വന്തം ചിന്തയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചുമുള്ള ഒരു ധാരണ. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എവിടെയാണ് തെറ്റുന്നത്, എങ്ങനെ പഠനം മെച്ചപ്പെടുത്താം എന്നൊക്കെ സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ്. അത് പ്രായം കൂടുമ്പോൾ വികസിച്ചു വരും. ഇത് പഠനത്തിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ.
തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. പിന്നെ നിങ്ങളുടെ ആ സോഴ്സില് ഭാഷ പഠിക്കുന്ന കാര്യത്തില് ഒരു ജനിതകപരമായ തയ്യാറെടുപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഓ, മനുഷ്യരിൽ ഭാഷ പഠിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ജന്മനാ ഉണ്ടെന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ലോകത്തെവിടെയുള്ള കുട്ടികളും ഏകദേശം ഒരേ ഘട്ടങ്ങളിലൂടെ ഭാഷ പഠിക്കുന്നത്. ഇത് നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗിന്റെ ഒരു ബയോളജിക്കൽ അടിസ്ഥാനം കാണിക്കുന്നു. ഓക്കെ. അപ്പോ നമ്മളിന്ന് സംസാരിച്ച പ്രധാന കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാൽ, നമ്മുടെ മനസ്സൊരു കമ്പ്യൂട്ടർ പോലെ ഘട്ടം ഘട്ടമായി വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു. സെൻസറി, പിന്നെ ശ്രദ്ധിച്ചാൽ STM, നന്നായി പ്രോസസ്സ് ചെയ്താൽ LTM. പിന്നെ ഓർമ്മ നന്നായിരിക്കാൻ ശ്രദ്ധ വേണം, വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യണം, പഴയ അറിവുമായി കണക്ട് ചെയ്യണം. ഇതൊക്കെ പ്രധാനമാണ്. അതെ. അതുപോലെ ഈ കഴിവുകളൊക്കെ പ്രായം കൂടുന്തോറും അനുഭവങ്ങൾ കിട്ടുന്തോറും വികസിക്കുകയും മെച്ചപ്പെടുകയും ചെയ്യും. വളരെ ശരിയാണ്. ഇനിയിപ്പോ ഈ കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയിൽ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൽ വരുന്ന ഈ മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവ് അത് നിങ്ങളെ എങ്ങനെയായിരിക്കും സഹായിക്കുക? ചിലപ്പോൾ വ്യത്യസ്ത പ്രായത്തിലുള്ളവരെ പഠിപ്പിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ പഠനത്തിൽ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാൻ, ഇതൊക്കെ നിങ്ങളുടെ പ്രാക്ടിക്കൽ ഫീൽഡിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്നത് എന്തായാലും നല്ലതാണ്.